രാഘവൻ ചേട്ടാ, നിങ്ങൾ മരണ വീട്ടിൽ പോയില്ലേ? ഞാൻ അവിടെ പോയി വരുന്ന വഴിയാ. അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ വയ്യടോ. വല്ലാത്തൊരു വേദനയായിപ്പോയി. 18 19 വയസ്സല്ലേ ആയുള്ളൂ ആ ചെറുക്കൻ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയായിട്ട് ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് എത്തിയേക്കും. അമിത വേഗത്തിൽ പോയതാ മരണത്തിനിടയാക്കിയത്. കൊറ്റമ്മല് വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് നേരെ താഴോട്ട് പോവുമായിരുന്നു. അല്ലേലും ബൈക്കിൽ കയറി അടിച്ച് കത്തിച്ച് വിട്ടില്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു സമാധാനം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആ കുടുംബത്തിന്റെ സമാധാനം പോയി. വണ്ടിയുമായിട്ട് റോഡിലിറങ്ങി മരണപ്പാച്ചിൽ പായുന്നവരെ സ്വന്തം കുടുംബത്തെ ഓർത്താ മതി. ഇവിടെ ഉണ്ടാവുന്ന അപകടങ്ങൾ എത്രയോ കുറയും. ആംബുലൻസ് എത്തി. കാലത്ത് ഞാൻ പാല് വാങ്ങാൻ ഇറങ്ങിയപ്പോ അവൻ ബൈക്കുമായിട്ട് പോകുന്ന കണ്ടിരുന്നു. ഒരു മിന്നായം പോലെ കണ്ടു എന്ന് പറയുന്നാ ശരി. ഒരു വരവും ഒരു പോക്കും. ഇപ്പൊ ആംബുലൻസിൽ ജീവനില്ലാണ്ട് തിരിച്ച് വീട്ടിലോട്ട്. ഇനി തിരുത്താൻ സമയമില്ലല്ലോ. ജീവിച്ചിരിക്കണവർ ഇതൊക്കെ കണ്ടു അറിഞ്ഞും തിരുത്താൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് പെരുകി വരുന്ന വാഹന അപകടങ്ങൾ. ഒപ്പം അതുവഴി ഉയരുന്ന മരണനിരക്കും. അതിലേറെയും ബൈക്ക് യാത്രികരാണ് എന്നത് ആശങ്കയുണർത്തുന്നു. എത്രയേറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും കർശന നിബന്ധനകൾ കൊണ്ടുവന്നിട്ടും പ്രയോജനം കാണുന്നില്ല എന്ന് വേണം കരുതാൻ. ഓർക്കണം, നമ്മുടെ യുവത്വങ്ങൾ നിരത്തുകളിൽ പിടഞ്ഞു തീരേണ്ടതല്ല. ലെറ്റ് us ചേഞ്ച്.